ദൃശ്യം എന്ന സിനിമ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ തന്നെ 2 സിനിമകളുടെ ലൈഫ് ടൈം കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷനും ഒരു സിനിമേന്റെ മറികടന്നിരിക്കുകയാണ്. സിനിമയിലെ കഴിഞ്ഞ 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ കണ്ടുവരാൻ മറക്കാതെ സിനിമയുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക. ദൃശ്യം 3 നമ്മുടെ ലാലിഡൻ, ചിത്തു ജോസഫ്, അതുപോലെ തന്നെ അനിൽ ജോൺസൺ മ്യൂസിക് കമ്പോസിംഗിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗം. മെയ് 21 കഴിഞ്ഞ മാസമാണ് സിനിമ തിയേറ്റർ റിലീസിന് വന്ന. സിനിമയ്ക്ക് മിക്സ്ഡ് ആയ അഭിപ്രായങ്ങളും പോസിറ്റീവ് റിപ്പോർട്ടുമാണ് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും സിനിമയ്ക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ലക്ഷങ്ങളിൽ കളക്ഷൻ വന്നപ്പോൾ സിനിമയ്ക്ക് നല്ലൊരു ഗ്രോസ് അല്ലെങ്കിൽ നല്ലൊരു ഫൈനലിലോട്ട് എത്താൻ സാധിക്കുമോ എന്ന് വലിയ രീതിയിൽ സംശയമായിരുന്നു. പക്ഷേ ശനിയാഴ്ചയും ഞായറാഴ്ചയും സിനിമയ്ക്ക് പ്രളയമായ കളക്ഷനിലൂടെ സിനിമയ്ക്ക് നല്ലൊരു ബോക്സ് ഓഫീസ് റിപ്പോർട്ടിലോട്ട് പോകാൻ സാധിച്ചു എന്നാണ് ഏറ്റവും വലിയ സത്യം. എന്തായാലും സിനിമയുടെ ഞായറാഴ്ചത്തെ ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. സിനിമയ്ക്ക് ഞായറാഴ്ച കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 3ാമത്തെ ഞായറാഴ്ച 1,80,00,000 ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മോളിവുഡ് ടൈംസ്, അതുപോലെ തന്നെ ബ്ലാസ്റ്റ് എന്നീ സിനിമകൾ വന്നിട്ട് പോലും നമ്മുടെ കേരള ബോക്സ് ഓഫീസ് സിനിമയ്ക്ക് 1,80,00,000 ഗ്രോസ് കാണാൻ സാധിച്ചത്. സിനിമ അങ്ങനെ 18 ദിവസം കൊണ്ട് കേരളത്തിൽ മാത്രം 86,20,00,000 ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ലാലിന്റെ പുലിമുരുകൻ എന്ന സിനിമയുടെ 85,10,00,000, അതുപോലെ തന്നെ നമ്മുടെ എമ്പുരാൻ സിനിമയുടെ 86,25,00,000. 2 ലാലിഡൻ സിനിമകൾ ലാലിഡൻ തന്നെ ദൃശ്യം 3 സിനിമയിലൂടെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് കേരളത്തില്. എന്തായാലും നമ്മുടെ 2018 തുടരും, ലോക, വാഴ 2 എന്ന സിനിമകളുടെ ലിസ്റ്റിന് തൊട്ട് പിന്നാലെയായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗം. നിലവിലെ സിനിമയ്ക്ക് 5ാം സ്ഥാനം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ടോപ്പ് 5 കേരള ബോക്സ് ഓഫീസിലെ ഹൈ ഗ്രോസേഴ്സ് ലിസ്റ്റിലായിട്ട്. എന്തായാലും 2018 എന്ന സിനിമയുടെ കളക്ഷൻ തകർക്കാൻ ഇനിയും സിനിമയ്ക്ക് കളക്ഷൻ ആവശ്യമാണ്. 2018 സിനിമയ്ക്ക് 89,20,00,000 ഫൈനൽ കേരള ബോക്സ് ഓഫീസ് ലൈഫ് ടൈം. നിലവിൽ ദൃശ്യം 3 സിനിമയ്ക്ക് 86,26,00,000. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ടോട്ടൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ഓൾമോസ്റ്റ് 106,43,00,000 കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ മാത്രം. ഇനി സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 123,47,00,000 കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് 18ാം ദിവസം ഓവർസീസ് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് മാത്രം കളക്ഷൻ അറൌണ്ട് 15 ലക്ഷമാണ് കാണാൻ സാധിച്ചത്. സിനിമയ്ക്ക് ടോട്ടൽ ഓവർസീസ് റിപ്പോർട്ട് 18 ദിവസം കൊണ്ട് 111,50,00,000 ആയിരിക്കുകയാണ് സിനിമ 112 കോടിയിലോട്ട് പോവുകയാണ് ഓവർസീസ് ബോക്സ് ഓഫീസ് മാത്രമായിട്ട്. സിനിമ അങ്ങനെ 18 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 234,97,00,000. സിനിമയ്ക്ക് തിങ്കളാഴ്ച ബോക്സ് ഓഫീസിലൂടെ സിനിമ ഒഫീഷ്യലായിട്ട് 235 കോടിയിലോട്ട് പോവുകയാണ്. നിലവിൽ നമ്മുടെ ദൃശ്യം എന്ന സിനിമ നമ്മുടെ സ്വന്തം തുടരും എന്ന സിനിമയുടെ ഫൈനൽ ലൈഫ് ടൈം കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. അത് മാത്രമല്ല വാഴ 2 സിനിമയുടെയും കളക്ഷൻ മറികടക്കാൻ പോവുകയാണ് ഈ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ്. എന്തായാലും ദൃശ്യം സിനിമ എന്തായാലും നമ്മുടെ എമ്പുരാൻ സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷന് തൊട്ട് പിന്നാലെ തന്നെ എത്തുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്ന സിനിമയുടെ ഫൈനൽ റണ്ണിംഗ് കളക്ഷൻ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെയും വേൾഡ് വൈഡ് ഫൈനൽ തകർത്തുകൊണ്ട്. എന്തായാലും കാത്തിരിക്കണം ചെയ്യാൻ നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടിനായിട്ട്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ എന്തായാലും കാത്തിരിക്കണം ചെയ്യാൻ നമുക്ക് ദൃശ്യം സിനിമയുടെ ഗംഭീരമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട്.